ഈ പുഞ്ചിരി മുട്ടയിലേക്ക് ആദ്യമായിട്ട് ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ആ മുകളിലേക്ക് എത്തിച്ചു. അവിടെയാണ് ആദ്യത്തെ ഈ ഒരു മുകളിൽ നിന്ന് ഉരുൾപൊട്ടി അതിന്റെ ആഘാതമേറ്റ ആദ്യത്തെ വീടുകളാണ് ഈ കാണുന്നത്. അതിന്റെ ആ മുകളിലേക്കാണ് ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നത്. സജി, ഇങ്ങോട്ട് തിരിച്ചാൽ ആ പാലം നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ പ്രത്യേക സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ സേനാംഗങ്ങൾ, നമ്മുടെ ഡിഫൻസ് സേനാംഗങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ കമ്പൊക്കെ തടിയൊക്കെ കല്ലുമൊക്കെ കൂട്ടിയിട്ട് ഒരു അരുവിക്ക് കുറുകെ ഒരു പാലം അവർ നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലത്തിലൂടെയാണ്, അത് നേരത്തെ നമ്മൾ തത്സമയം കാണിച്ചതാണ്, അതിന്റെ നിർമ്മാണവും ആ സമയത്ത് അവർ നടത്തുന്ന ആ പ്രയത്നമൊക്കെ. ആ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നത്. അതിന്റെ പ്രവർത്തനം ഇപ്പോൾ അവിടെ ആരംഭിക്കും. അവിടെ കുറേയധികം വീടുകൾ ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് മാത്രം നീക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട്. അത് ഇന്നലെയൊക്കെ അവിടെ പരിശോധന നടത്തിയിട്ടും ഇവരുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് സാധ്യമാകുമായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി കൂടിയാണ് അത് കൊണ്ടുവന്നത്. ഏതായാലും ഈ ഒരു വലിയ നടക്കുന്ന ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ പോകുന്നത്. മുണ്ടക്കയിലെത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്, വാഹനത്തിൽ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. വലിയ കയറ്റമാണ്. ആ വലിയ കയറ്റം കാരണം ഇത് മുണ്ടക്കൈക്കും മുകളിൽ ാണ്. അപ്പോൾ ഇവിടേക്ക് അദ്ദേഹം വരുമ്പോൾ ഇവർക്ക് വലിയ പ്രചോദനമാകും. ഇവിടെ ഒരുപാട് നമ്മുടെ സേനാംഗങ്ങളും നമ്മുടെ ഫയർഫോഴ്സ് അംഗങ്ങളും ആ ഫയർഫോഴ്സ് ടീമിനെയും ഇതിന്റെ കൂട്ടത്തിൽ കാണാം. കേരള പോലീസിന്റെ അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. അവരെല്ലാം കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഒരു മഹാദൗത്യത്തിന് തയ്യാറെടുക്കുന്നത്. കാരണം ഈ വീടുകൾ ഒക്കെ അവിടുത്തെ അവശിഷ്ടങ്ങൾ മാറ്റി പരിശോധിക്കണമെങ്കിൽ ഒരു യന്ത്രക്കൈ ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. കാരണം ഇങ്ങോട്ടുള്ള ദുർഘടമായ പാതയാണ്. മാത്രമല്ല ഇവിടെ ഈ വലിയ ഉരുളൻ കല്ലുകളാണ് നിലത്ത് ഉണ്ടായിരുന്നത്. അത് മാറ്റി ഇവിടെ ഇപ്പോൾ ഒരു ചെളിക്കുണ്ട് പോലെ കാണുന്നത് ഇപ്പോൾ ആ പാറകൾ തെള്ളി നീക്കി ഈ സേനാംഗങ്ങൾ ഉണ്ടാക്കിയ ഒരു താൽക്കാലിക പാതയാണ്. അവിടെ കല്ലുകളൊക്കെ ഇട്ടവർ ഒരു റോഡ് പോലെ ഒരു വഴിയുണ്ടാക്കി. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ ആ മണ്ണുമാന്തി യന്ത്രം മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ കഠിനമായ പ്രയത്നമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രതികൂലമായ കാലാവസ്ഥ ശ്രമങ്ങളൊക്കെ നേരിൽ കാണുകയും അവരോട് പിന്തുണ അറിയിക്കുകയും ചെയ്യുക എന്നൊരു ദൗത്യം കൂടി മോഹൻലാലിന്റെ ഈ സന്ദർശനത്തിലുണ്ട്. ഒപ്പം അദ്ദേഹം ദുരന്തത്തിന് ഇരയായവരെ കാണും.